അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു കാവാണ്. ഈ കാവിൻ്റെ പേര് ശ്രീ വള്ളിക്കാട്ടുകാവ് ദേവീക്ഷേത്രം എന്നാണ്. ഈ കാവിലേക്ക് പോകുന്ന വഴിയും കഥയും ഒക്കെ ഞാൻ ഈ വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. കോഴിക്കോട് ജില്ലയിലെ എടക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ശ്രീ വള്ളിക്കാട്ടുകാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് അത്തോളി വഴിയും വരാം, അല്ലാതെ കോഴിക്കോട് ചേളന്നൂർ വഴിയും നിങ്ങൾക്ക് ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി പറ്റും. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ കാവിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരു കുളമാണ്. ഒന്നല്ല ഒരു ചെറിയ കുളം കൂടെ ഇപ്പുറമുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കാനൊക്കെ വരുന്നതാണ്. ഈ രണ്ട് കുളത്തിലും ഇവിടെ കുളിക്കാനൊക്കെ പറ്റും. നമ്മൾ കുളത്തിലിറങ്ങി കാലൊക്കെ നനച്ചു. നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിന്. ഇനി നമുക്ക് കാവിലേക്ക് പോവാം. കാവിൽ പോകുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇവിടെ ഒരു അറിയിപ്പുണ്ട്. ഈ കാവിൽ ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങളാണ് ഈ അറിയിപ്പിലുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് വേണം പോകാനും. ഏക്കർ കണക്കിന് മരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് കേട്ടോ ഈ കാവ്. ഈ കാവിൽ കുരങ്ങന്മാരുണ്ടാവും. കുരങ്ങന്മാരാണ് ഈ കാവിൻ്റെ രക്ഷകൻ എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ ചെന്നത് ഒരു ഉച്ചസമയം ആയതുകൊണ്ട് കുരങ്ങന്മാരാരെയും കാണാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ പുറത്ത് നല്ല വെയിലുണ്ട്. പക്ഷെ നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് വെയിലോ ചൂടോ ഒന്നുമില്ല. ഒരു തണുത്ത ഒരു അറ്റ്മോസ്ഫിയറാണ്. ഈ ഒഴുകി വരുന്ന വെള്ളം കണ്ടില്ലേ, ഇതൊരിക്കലും വറ്റാത്ത വെള്ളമാട്ടോ, ശുദ്ധജലവുമാണ്. വേനലിൽ ഇതുപോലെ തന്നെ ഇരിക്കും. ഈ കാവിനെ ഇത്രയും മനോഹരമാക്കുന്നതിൽ ഈ ഒഴുകി വരുന്ന ശുദ്ധജലത്തിൻ്റെ പങ്ക് വേറെ തന്നെയാണ്. ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നതും ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അത് എവിടെ നിന്ന് എങ്ങനെയാണെന്നൊന്നും ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പറയപ്പെടുന്ന ഐതിഹ്യങ്ങൾ മാത്രമാണ്. ഈ നടവഴിയിലൂടെ കാവിലേക്ക് പോകുമ്പോൾ പക്ഷികൾ, ചീവീട്, കുരങ്ങന്മാരുടെ ഇവരുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്കത് ഭയങ്കര ഇഷ്ടം, നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. ഇത് കണ്ടില്ല, ഈ പൊന്തി നിൽക്കുന്ന വേരുകൾക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ടൊക്കെ ഈ മരം മുറിച്ചിട്ട് ആനേനെ ഉപയോഗിച്ച് അത് പുറത്തേക്ക് എടുക്കുമായിരുന്നു. അങ്ങനെ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തനിയെ ഉയർന്നു പൊന്തിയതാണ് ഈ വേരുകൾ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ മരങ്ങൾ, സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകണം, പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. കാവിൻ്റെ ഒരു സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ പടിയൊക്കെ കെട്ടി അടിപൊളിയാക്കിയത് കേട്ടോ. പിന്നെ ഇപ്പുറ സൈഡെന്ന് വെച്ചാൽ കൊടും വനമാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കാൻ ഞങ്ങൾ കുടിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ കാലൊക്കെ നനച്ചിട്ട് ഇത് ഇവിടുന്ന് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂവായ ദുർഗാദേവിയാണ്. കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠിച്ചത്. എല്ലാ ദിവസവും രാവിലെ ഇവിടെ പൂജയുണ്ട്. പിന്നെ വിശേഷ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും പൂജ ഉണ്ടായിരിക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടെന്ന് പറയുന്നത് കുടുക്കച്ചോറാണ്. കുട്ടികൾ ഉണ്ടാവാത്ത ദമ്പതിമാരൊക്കെ ഇവിടെ വന്ന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ ഇവിടെ വന്ന് കുടുക്കച്ചോറുണ്ടാക്കി വാനരന്മാർക്ക് കൊടുക്കും. അതാണ് ഇവിടുത്തെ ഈ കാവിൽ മാത്രം കണ്ടുവരുന്ന ഒരു വഴിപാടാണ് ഇപ്പോൾ അത്. ഇവിടെയാണ് വാനരന്മാർക്കുള്ള ഭക്ഷണം വെച്ച് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പഴങ്ങൾ, പച്ചക്കറികളൊക്കെ കൊടുക്കാം. പക്ഷേ ബിസ്ക്കറ്റ് സാധനങ്ങളൊന്നും കൊടുക്കാൻ വേണ്ടി പാടില്ല. അത് കുരങ്ങന്മാരുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതുകൊണ്ട്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടെ ഇരിക്കുമ്പോൾ ഒരു മനസ്സുഖമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ടുണ്ട്. ചിലപ്പോൾ അതൊക്കെ ആ വിഷമമൊക്കെ പോകുമ്പോൾ ഒരു ഫീലാണ്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ കാവും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ബൈ.